എല്ലാവർക്കും ജെ പി നെറ്റ്വർക്കിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഒരുപാട് കാലമായിട്ട് ഞാൻ വാങ്ങണം എന്ന് കരുതിയ ഒരു സാധനമാണ് ഇന്ന് വാങ്ങിയിരിക്കുന്നത്. DJI ആക്ഷൻ 5 പ്രോ എന്ന് പറഞ്ഞ ക്യാമറയാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. സാധാരണ നമ്മൾ ആമസോണിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കൂടുതൽ വാങ്ങുന്നത്. പക്ഷേ അതിന് വിലക്കുറവിൽ നമുക്ക് ഈ കാണുന്ന ഒരു സൈറ്റിൽ നിന്ന് ലഭിച്ചു. അതുകൊണ്ട് ഇവിടെ നിന്ന് വാങ്ങി. അതിൻ്റെ കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ തന്നെ നമ്മൾ പറയാം. പിന്നെ ഉണ്ടല്ലോ, ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല. നമ്മൾ പൈസ അങ്ങ് എണ്ണിക്കൊടുത്തിട്ട് തന്നെയാണ് വാങ്ങിയത്. ഞാനിപ്പോ ഒരു 3 വർഷമായിട്ട് ഒരു ആക്ഷൻ ക്യാമറ വാങ്ങണം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇപ്പോഴാണ് അതിനെ ഒത്തുന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, ചാടിക്കേറി അങ്ങ് വാങ്ങിച്ചു. എന്തായാലും നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ഒരു ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം. ചാനൽ ഇഷ്ടപ്പെടാൻ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം. ഇനിയുള്ള നാളുകളിൽ ഈ ഒരു ക്യാമറയിൽ ഷൂട്ട് ചെയ്ത നല്ല അടിപൊളി വീഡിയോസ് നമ്മുടെ ചാനലിൽ നിങ്ങൾക്കായിട്ട് എത്തുന്നുണ്ട്. കാത്തിരിക്കുക. പിന്നെ ഉണ്ടല്ലോ, ഈ ഒരു ക്യാമറ നമ്മൾ വാങ്ങിയത് ഡിസൈൻ ഇൻഫോ എന്ന് പറഞ്ഞ ഒരു സൈറ്റിൽ നിന്നാണ് വാങ്ങിയത്. അതിനകത്ത് നിന്ന് വാങ്ങുമ്പോൾ നമുക്ക് കോംബോ പാക്ക്, അതായത് ഇതിന് 46,000 രൂപയ്ക്ക് കടയിൽ കിട്ടുന്ന ആ ഒരു മുതൽ നമുക്ക് 39,999 രൂപ പ്ലസ് 199 രൂപ ഷിപ്പിംഗ് ചാർജ്, അത്ര പൈസ കൊടുത്ത് കിട്ടി. ഇതാണ് സ്ക്രീൻഷോട്ട് നമ്മൾ വാങ്ങിച്ചതിൻ്റെ. പിന്നെ ഉണ്ടല്ലോ, ഈ ഒരു സൈറ്റിൽ നമുക്കാണെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട്. പക്ഷേ ക്യാഷ് ഓൺ ഡെലിവറി യൂസ് ചെയ്താൽ മൊത്തം പൈസയുടെ 2% കണ്ട് നമ്മൾ എക്സ്ട്രാ കൊടുക്കണം. അത് വൻ നഷ്ടമാണ്. പിന്നെ ആണെങ്കിൽ ക്രെഡിറ്റ് കാർഡ് വെച്ച് കഴിഞ്ഞാലും അവിടെ നമുക്ക് അഡീഷണൽ പൈസ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഒന്നെങ്കിൽ ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ UPI ഉപയോഗിച്ചിട്ട് പൈസ കൊടുത്താൽ മാത്രമേ ഈ പൈസയ്ക്ക് കിട്ടുള്ളൂ. പിന്നെ ഞായറാഴ്ചകളിൽ 1000 രൂപ കൂട്ടിയാണ് ഇവർ വിൽക്കുന്നത്. ഒരു ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിലൊക്കെയാണ് വില കുറച്ച് വെക്കുന്നത്. ഇത് കോംബോ പാക്കാണ് നമ്മളെടുത്തത്. അതായത് 3 ബാറ്ററി നമുക്ക് ലഭിക്കും. പിന്നെ ഒരു സെൽഫി സ്റ്റിക്കും നമുക്ക് ലഭിക്കുന്നതാണ്. അതാണ് കോംബോ പാക്ക്. ഇതുപോലുള്ള ക്യാമറകൾ നിങ്ങൾ വാങ്ങുമ്പോൾ കോംബോ പാക്ക് തന്നെ തിരഞ്ഞെടുക്കുക. കാരണം കുറച്ച് പൈസ കൂടെ കൂടുതൽ കൊടുത്താൽ കോംബോ പാക്കിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്ട്രാ ലഭിക്കുന്നതാണ്. നിങ്ങളത് പിന്നീട് വാങ്ങാൻ നോക്കി കഴിഞ്ഞാൽ നല്ലൊരു പൈസ കയ്യിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതാണ്. ഈ ഒരു സെൽഫി സ്റ്റിക്കാണെങ്കിൽ ഒരുപാട് ദൂരത്തേക്ക് നമുക്ക് നീട്ടി പിടിച്ച് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. നല്ല ക്വാളിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ കോംബോ പാക്ക് എടുക്കാൻ നിങ്ങൾ നോക്കുക. പിന്നെ ഉണ്ടല്ലോ, ഇതിൻ്റെ കൂടെ നമുക്ക് ലഭിക്കുന്ന ബാക്കിയുള്ള കാര്യങ്ങളാണ് ഇവിടെ കാണുന്നത്. ഒരു ചാർജിങ് കേബിൾ ഉണ്ട്, അതെല്ലാത്തിലും ഉണ്ടാവുമല്ലോ. പിന്നെ നമുക്കിത് പല സ്ഥലങ്ങളിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള മൗണ്ടൊക്കെ ലഭിക്കുന്നതാണ്. പിന്നെ കുറേ പേപ്പറും കുറേ DJIയുടെ സ്റ്റിക്കറൊക്കെ ലഭിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് മെയിനായിട്ട് ആവശ്യമുള്ള സാധനം എന്ന് വെച്ചാൽ ഇതിനകത്തുള്ളത് 3 ബാറ്ററിയാണ്. ഒരു ക്യാമറയുടെ കൂടെ ഒരു ബാറ്ററി എന്തായാലും കിട്ടും. അത് അഡീഷണൽ ആയിട്ട് 2 ബാറ്ററിയും പിന്നെ ചാർജ് ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു കേസും വരുന്നുണ്ട്. ഈ കാണുന്ന സാധനമാണ് നമ്മുടെ ബാറ്ററിയുടെ കേസും. ഇതിൻ്റെ ഉള്ളിലാണ് 3 ബാറ്ററി ഇരിക്കുന്നത്. ഇത് ഉപയോഗിച്ചിട്ട് നമുക്കാണെങ്കിൽ കമ്പനി പറയുന്നത് ഒരെണ്ണം 3 മണിക്കൂർ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ ഒരു 2 മണിക്കൂർ 2.25 മണിക്കൂറൊക്കെ കിട്ടുന്നുണ്ട്. അത് ഫുൾ ടൈം അല്ല, പല സമയത്തായിട്ട് യൂസ് ചെയ്യുമ്പോൾ. കുറച്ച് ദിവസം ഈ ഒരു ക്യാമറ പുറത്ത് നമ്മൾ ഷൂട്ട് ചെയ്തപ്പോൾ ഹീറ്റ് ആവുന്നുണ്ടോയെന്ന് വെച്ചാൽ ചെറുതായിട്ട് ഹീറ്റ് ആവുന്നുണ്ട്, ഓവർ ഹീറ്റൊന്നുമില്ല. നമ്മുടെ കൂട്ടുകാരന്മാരുടെ കയ്യിലൊക്കെ ഉള്ള പല ആക്ഷൻ ക്യാമറയും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് 1-2 ദിവസമൊക്കെ. അതിലൊന്നും ഹീറ്റ് ആവുന്ന ആ ഒരു ചൂട് ഇതിനകത്ത് വരുന്നില്ല കേട്ടോ. ഇത് ജസ്റ്റ് നമ്മൾ വാങ്ങിച്ച ഒരു വീഡിയോയും അത് അൺബോക്സ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അതല്ലാണ്ട് ക്യാമറയുടെ ഡീറ്റെയിൽസ് ഒന്നും ഇതിനകത്ത് പറയുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ താല്പര്യമില്ലെങ്കിൽ ഇപ്പം നിർത്തിയിട്ട് പോകാം, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതിൻ്റെ കൂടെ കുറേ സ്റ്റിക്കറൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ടോ ഒട്ടിച്ച് വയ്ക്കാനുള്ള. ഇതൊക്കെ എന്തായാലും കൊള്ളാം. പണ്ട് നമ്മൾ DJIയുടെ ഒരു ക്യാമറ വാങ്ങിച്ചപ്പോൾ അതിൻ്റെ കൂടെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കിട്ടിയായിരുന്നു. DJI പോക്കറ്റ് 2 എന്ന് പറഞ്ഞൊരു ക്യാമറ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അത് വർക്കിംഗ് ആണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരുപാട് കാലം യൂസ് ചെയ്തുകൊണ്ട് തന്നെ അതിൻ്റെ സ്വിച്ച് ആണെങ്കിൽ കുറച്ച് ശക്തി കൊടുത്തിട്ട് നമ്മൾ പ്രസ് ചെയ്താൽ മാത്രമേ വർക്കാവുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. 39,999 രൂപയ്ക്ക് ഈ ഒരു ക്യാമറ വാങ്ങിയിട്ട് വീട്ടിലും നാട്ടിലും കാണിച്ചപ്പോൾ എന്തിനാടാ ഇത്രയും പൈസ കൊടുത്ത് ഈ ഒരു കുഞ്ഞൻ ക്യാമറ വാങ്ങിയതെന്ന് നീ മണ്ടനാണോ എന്നാണ് ചോദിച്ചത്. സത്യം പറഞ്ഞാൽ ജീവിതത്തിൽ പല സമയത്തും മണ്ടൻ ആയി പോയിട്ടുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല, സാഹചര്യം അങ്ങനെയായിപ്പോയി. പലരുടെയും മുമ്പിൽ നമ്മൾ മണ്ടനാണെങ്കിലും നമ്മുടെ മുമ്പിൽ നമ്മൾ രാജാവാണ്. അത് മതി. ഞാനൊക്കെ ഉണ്ടല്ലോ യൂട്യൂബിൽ വീഡിയോ ചെയ്ത് തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായി. ഇപ്പോഴും വലിയ സബ്സ്ക്രൈബർ ഒന്നും ഇല്ലെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ ചാനൽ ഓടിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഒരു ക്യാമറ മേടിച്ച പൈസ ആണെങ്കിൽ നമുക്ക് നഷ്ടമാവില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതാണ് നമുക്ക് വേണ്ടത്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് നാട്ടുകാരോ വീട്ടുകാരോ ആരെന്ത് പറഞ്ഞാലും നമ്മുടെ കാര്യത്തിൽ നമുക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാനുള്ള കഴിവുണ്ടെങ്കിൽ അതോട് മുന്നോട്ട് പോകാം. ആരും പറയണേ കേട്ടിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഈ ഒരു ക്യാമറ വാങ്ങിച്ചിട്ട് നഷ്ടമാണെന്ന് എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല കേട്ടോ. ഇതിനെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു അഭിപ്രായം പിന്നീട് അടുത്തൊരു വീഡിയോയിൽ പറയാം.
ഇതിപ്പോൾ നമുക്ക് ഇതിന് കൂടെ കിട്ടിയ സാധനങ്ങളൊക്കെയാണ് നിങ്ങൾ കണ്ടത്. ഈ ഒരു ക്യാമറ ആണെങ്കിൽ 4K നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. 120 റീഫ്രഷ് റേറ്റിൽ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെയാണെങ്കിൽ വാട്ടർ പ്രൂഫാണ്. നമുക്ക് നല്ലൊരു ബാറ്ററി ബാക്കപ്പ് കിട്ടും. ഹീറ്റിംഗ് കുറവാണ്. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഈ ഒരു ക്യാമറയ്ക്കുണ്ട്. നിലവിൽ നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഐഫോണിലാണ്. നമ്മൾ കൂടുതലും സോളാറിൻ്റെയൊക്കെ വീഡിയോ ചെയ്യുമ്പോഴേ വീടിൻ്റെ പുറത്താണ്, നല്ല വെയിൽ ഉള്ള സമയത്താണ്. ആ സമയത്ത് ഹീറ്റായിട്ട് പല സമയത്തും ഐഫോൺ പല പ്രശ്നങ്ങളും കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ക്യാമറ വാങ്ങിയത് തന്നെ.